Good afternoon to all. നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചത് ലിമിറ്റ്സ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഒക്കെയാണ്. ഇനി അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നമ്മൾ ഇനി സെമസ്റ്ററിൽ യൂസ് ചെയ്യും. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ലിമിറ്റ്സും കൂടെ യൂസ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽസ് that have infinite intervals of integration or unbounded integrands are called improper integrals. നമ്മുടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അങ്ങനെ, അതായത് ഇൻഫിനിറ്റ് ആയിട്ട് അതിൻ്റെ ഇൻ്റർവൽ നമ്മളുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ വരുന്ന കേസാണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ. അതിൽ 3 കേസായിട്ടാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫോം. ആ ഫോമിൽ നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യുക. അടുത്തത് സെക്കൻഡ് കേസായിട്ടുള്ളത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത് ചെയ്യാനായിട്ട്, ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യുക. അടുത്തത് രണ്ട് ലിമിറ്റും മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഉണ്ടെങ്കിൽ ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇൻ്റഗ്രൽ ഫ്രം നമ്മളൊരു ഇൻ ബിറ്റ്വീൻ ഒരു റിയൽ നമ്പർ സി എടുക്കുക, മൈനസ് ഇൻഫിനിറ്റി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സും സി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് ഇൻ്റഗ്രലും എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് ആ ഇൻ്റഗ്രൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുക. ഇനി അത് എപ്പോഴാണ് ഇൻ്റഗ്രൽ കൺവേർജൻറ്റും ഡൈവേർജൻറ്റും ആവുന്നതെന്നാണ്. ഏത് ഇൻ്റഗ്രൽ മാത്രമല്ല, ഏത് ഫംഗ്ഷനും ഒരു സീക്വൻസ്, ഇനി അങ്ങോട്ട് സീക്വൻസ് ഒക്കെ നിങ്ങൾക്ക് വരാനുണ്ട്. അത് കൺവേർജൻറ്റ് ആവണമെങ്കിൽ ആ അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രലിലാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് അതിൻ്റെ ലിമിറ്റ് നമ്മൾ എടുക്കുമ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന് പറഞ്ഞാണ് കൺവേർജൻറ്റ്. ആദ്യത്തെ രണ്ട് നമ്മൾ എഴുതിയിരിക്കുന്ന റൈറ്റ് സൈഡിലുള്ള ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് കൺവേർജൻറ്റ്, അല്ലെങ്കിൽ അത് ഡൈവേർജൻറ്റ്. ഇനി തേർഡ് കേസിനാവുകയാണെങ്കിൽ ആ രണ്ട് ഇൻ്റഗ്രലും എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് അത് കൺവേർജൻറ്റ്. ഇനി കുറച്ച് പ്രോബ്ലംസ് ആണ് ഉള്ളത്. ഇനി അതിലെ ഫസ്റ്റ് പ്രോബ്ലം ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x dx. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ അപ്പർ ലിമിറ്റാണ് ഇവിടെ. ഇത് കേസ് 1 പോലെയുള്ളതാണ്. അപ്പം ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി 1 ടു എ 1/x dx which is equal to limit a tends to infinity integral of 1/x is log x ln x from 1 to a which is equal to limit a tends to infinity ln a minus ln 1 which is equal to ln a tends to infinity limit a tends to infinity ln a, since limit 1 equal to 0 which is equal to infinity. So the limit, therefore the limit does not exist, and the integral is not convergent, it's divergent. The problem, find the values of p for which the integral 1 to infinity 1/x raised to p dx exists. ഇതാണ് ചോദ്യം. അപ്പം നമ്മൾ ഇപ്പം ഇതിൽ p equal to 1 എന്നുള്ള കേസ് നമ്മൾ കൺസിഡർ ചെയ്തു. അതാണ് എക്സാമ്പിൾ 1 ആയിട്ട്, പ്രോബ്ലം 1 ആയിട്ട് നമ്മൾ ചെയ്തത്. when p equal to 1 to infinity 1/x dx does not exist. അതാണ് നമ്മൾ അതിൽ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ഇനി കൺസിഡർ p not equal to 1. then 1 to infinity 1/x raised to p dx. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി എന്നൊരു സാധനം വന്നു. അതുകൊണ്ട് നമുക്ക് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1/x raised to p 1 to b dx.
which is equal to limit b tends to infinity 1 by x raised to b in p integrate ചെയ്യുമ്പോൾ x raised to minus p. x raised to n integral of x raised to n is x raised to n plus 1 by n plus 1. അപ്പോൾ ഇവിടുത്തെ x raised to minus p plus 1 by minus p plus 1 from 1 to b, which is equal to limit b tends to infinity. We can take out this 1 by 1 minus p to outside. b raised to minus p plus 1 minus 1. So the above integral can be written as, equation can be written as 1 by 1 minus p 1 by b raised to p minus 1 minus 1. There are two cases when p less than 1. Consider the case when p less than 1. Then p less than 1, then 1 minus p is greater than 0. So limit b tends to infinity 1 by b raised to p minus 1 is equal to infinity. 1 minus p is greater than 0. So therefore limit b raised to p minus 1 is equal to infinity. Therefore the above integral does not exist. Now when p greater than 1, then 1 minus p is less than 0. So limit b tends to infinity 1 by b raised to p minus 1 is equal to, this becomes 0. Therefore the above integrals converges to 1 by p minus 1. To summarize, we could write integral 1 to infinity 1 by x raised to p dx is equal to 1 by p minus 1 if p greater than 1 is not defined, is infinity if p less than or equal to 1. At the problem, integral from minus 1 to infinity e raised to minus x dx, which is equal to limit b tends to infinity minus 1 to b e raised to minus x dx, which is equal to limit b tends to infinity integral of e raised to minus x is e raised to minus x by minus 1. Minus e raised to minus x is from minus 1 to b, which is equal to limit b tends to infinity e substitute minus e raised to minus b, 1 substitute e raised to minus minus 1 e raised to 1 minus ഒരു minus ഓടെ വരുമ്പോൾ plus e raised to 1, which is equal to, ഇനി b ക്ക് tends to infinity കൊടുത്തു കഴിയുമ്പോൾ first term e raised to minus infinity is 0 plus e, which is equal to e. Therefore the limit exists and this integral is convergent. അടുത്തത് integral 0 to infinity cos x dx, which can be written as limit b tends to infinity integral 0 to b cos x dx, which is equal to limit b tends to infinity integral of cos x is minus sin x from 0 to b, which is equal to limit b tends to infinity minus sin b integral of cos x is sin x, not minus, sin b minus 0
this limit, integral sin limit b tends to infinity sin b, limit b tends to infinity sin b does not exist. So this integral is, therefore this integral is not convergent.